Sees Ministries. கிறிஸ்துவுக்குள் பிரியமானவர்களே, ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் ஹூ சீஸ் மினிஸ்ட்ரிஸ் சார்பாக அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். இந்த 8வது மாதம் தேவனாகிய கர்த்தர் புதிய துவக்கங்களை நம்முடைய வாழ்க்கையில் செய்ய உண்மையுள்ளவராயிருக்கிறார். 8 என்பது வேதத்தின் அடிப்படையில் நியூ பிகினிங், புதிய துவக்கம் என்று சொல்லப்பட்டிருக்கிறது. நிச்சயமாகவே இந்த மாதம் நம் வாழ்க்கையிலே, நமது குடும்பங்களிலே, ஆவிக்குரிய நிலைகளிலே புதிய துவக்கங்களை தரும் என்பதில் எந்த சந்தேகமும் இல்லை. ஒரு ஊழியக்காரனாய் நான் அதை உறுதிப்படுத்தி உங்களை வாழ்த்தி ஆசீர்வதிக்கிறேன். உங்கள் குடும்பங்களிலே, ஊழியங்களிலே, தனிப்பட்ட வாழ்க்கையிலே புதிய துவக்கங்களை கர்த்தர் நிச்சயம் தருவார். தேவனுடைய வாக்குத்தத்தங்கள் ஒருபோதும் மாறாதவைகள். கர்த்தர் நம்மை உயர்த்துகிறவர், நம்மை வாலாக்காமல் தலையாக்குகிறவர், கீழாக்காமல் மேலாக்குகிறவர். கர்த்தருடைய வார்த்தையை கேளுங்கள், நம்புங்கள், விசுவாசியுங்கள். இந்த மாதம் முழுவதும் தேவனாகிய கர்த்தர் நம்மை நடத்த உண்மையுள்ளவராயிருக்கிறார். அவரையே பற்றி கொள்வோம், அவருடைய வார்த்தையின்படி நடப்போம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ വീണ്ടും രുചിച്ചറിയുവാൻ ദൈവം തന്ന ഒരു അവസരമാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന തോമസ് സാറിനോടും തൻ്റെ മിനിസ്ട്രിയായ ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയോടുമുള്ള നമ്മുടെ അകമഴിഞ്ഞ നന്ദിയെ അറിയിക്കുകയാണ്. ഈ മിനിസ്ട്രിയെ ദൈവം ധാരാളമായും വർദ്ധിപ്പിക്കട്ടെ, മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മറുപടി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ആകയാൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രഭാതത്തിലെ പ്രൈസ് ദി ലോർഡ് ഒരു വചന ധ്യാനത്തിലേക്ക് ചില നിമിഷങ്ങൾ മനസ്സിനെ നമുക്ക് ഉണർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം സങ്കീർത്തനം 86 അവസാന വാക്യം 17ാമത്തെ വാക്യമാണ് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് നൽകി തന്നിരിക്കുന്നത്. അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 86:17 എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ചുവെന്ന് ആശ്വസിച്ചിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം 86ാമത്തെ സങ്കീർത്തനമാണ്. സ്തോത്രം. ദാവീദ് രാജാവാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്ന് ഇതിൻ്റെ തലക്കെട്ടിൽ കാണുന്നുണ്ട്. എങ്കിലും പ്രൈസ് ദി ലോർഡ് താൻ അനുഭവിച്ച ജീവിത സാഹചര്യം ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. എങ്കിലും ഇതിലെ വാക്കുകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ സങ്കീർത്തനം എഴുതിയ ദാവീദ് തന്നെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഞാൻ എളിയവനും ദരിദ്രനുമാണ്, ഞാൻ നിന്റെ ദാസനാണ് എന്നൊക്കെയുള്ള ഈ പദപ്രയോഗങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ 2ാമത്തെ വാക്യത്തിലും 16ാമത്തെ വാക്യത്തിലും ഒക്കെ വളരെ വ്യക്തമായി കാണുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് പ്രൈസ് ദി ലോർഡ് താൻ ഏത് സാഹചര്യത്തിലിരുന്നാലും
ഇപ്പോൾ താൻ ഇസ്രായേലിൻ്റെ രാജാവാണ്, ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എങ്കിലും തൻ്റെ ആറ്റിറ്റ്യൂഡ്, ദൈവസന്നിധിയിലുള്ള തൻ്റെ ചിന്തകൾ, താൻ പറയുന്നത് എന്താണ്? സ്തോത്രം, ഞാൻ ഏറ്റവും എളിയവനാണ്, ഒരു ദരിദ്രനായ മനുഷ്യനാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ ദാരിദ്ര്യാവസ്ഥ എന്താണ്? തനിക്ക് എന്തിനാ കുറവുള്ളത്? എന്നാൽ താൻ പല കാര്യങ്ങളും, തനിക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ തനിക്ക് വേണം. താൻ ദൈവത്തെ വിട്ടുമാറി, താൻ ദൈവത്തോട് ആലോചന ചെയ്യാതെ താൻ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമായി താൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് ദൈവത്തെ കൂടാതെ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമേ, നിന്റെ വിഷയത്തിൽ നീ എന്നോട് ഇടപെടുന്ന വിഷയങ്ങളിൽ ഞാൻ ഒരു ദരിദ്രൻ തന്നെയാണ്. എനിക്ക് എൻ്റെ സ്വന്തം ശക്തിയില്ല, സ്വന്തം ബലമില്ല. ആയുധ ശക്തികളും സൈന്യശക്തിയൊക്കെ തനിക്കുണ്ടെങ്കിലും തനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രാപ്തി എനിക്കില്ല. ദൈവസഹായം വേണം. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. ദൈവത്തിന് സ്തോത്രം. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, യഹോവയെ പൂർണ്ണ ഹൃദയത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് അവിടെ വചനത്തിൽ കാണുന്നു. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ തന്നെ ആശ്രയിക്കണം. ദാവീദ് രാജാവ് ഇവിടെ ചെയ്തത് തന്നെയാണ്. താൻ രാജാവാണെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ അവസ്ഥ എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഞാൻ എളിയവനാണ്, ദരിദ്രനാണ്. എന്നിട്ട് താൻ പറയുന്ന അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി എനിക്കൊരു അടയാളം തരണം. തനിക്ക് ദൈവത്തിൽ നിന്നൊരു അടയാളം വേണം. എന്തിനു വേണ്ടിയാണ്? സ്തോത്രം, തന്നെ പകയ്ക്കുന്നവർ, തൻ്റെ ജീവിതത്തിൽ തന്നെ പകയ്ക്കുന്ന അനവധി ആൾക്കാരുണ്ട്. സ്തോത്രം, അവർ കണ്ട് ലജ്ജിക്കണം. എന്നോടുകൂടെ ദൈവം ഇരുന്ന് എനിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തിരിക്കുന്നു എന്ന് അവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് എനിക്കൊരു അടയാളം തരുമാറാകണമേ. ഒരു നന്മയ്ക്കായിട്ടുള്ള ഒരു അടയാളം എനിക്ക് തരണമേ. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവമേ, നീ എന്നോട് കൂടെ ഇരുന്നു, നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് എന്നെ പായിക്കുന്നവർ കണ്ട് ലജ്ജിക്കണം. അതിനുവേണ്ടി നീ എനിക്ക് നന്മയ്ക്കായിട്ട്, നന്മയുടെ ഒരു അടയാളം ദൈവം എനിക്ക് തരണമേ. എന്താ അടയാളമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മൾ ചില യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില അടയാളങ്ങൾ വെക്കാറുണ്ട്. ഇന്ന വീടിനോട് ചേർന്നിരിക്കുന്ന വീട്, ഇന്ന സ്ഥലത്തിന് ഇന്ന ട്രാൻസ്ഫോമറിന് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന വീട്, ഇന്ന റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇന്ന വളവിന് ഇന്ന സ്ഥലത്തുള്ള വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടയാളങ്ങൾ വെക്കാറുണ്ട്. അതെന്തിനാണ്? മറ്റുള്ളവർ കണ്ട് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ അത് കഴിഞ്ഞാൽ ഇന്നതാണ് ഒരു അടയാളം, നമുക്ക് ഒരു മാർക്ക് നമുക്ക് തരണം. ഒരു അടയാളമാണ്, അതെനിക്ക് തരണം. ദൈവമേ, എനിക്ക് നിന്നിൽ നിന്ന് എനിക്കൊരു അടയാളം വേണം. ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം എന്തിനു വേണ്ടിയാണ്? നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് കണ്ട് ലജ്ജിക്കണം. അതിനുവേണ്ടി എനിക്കൊരു അടയാളം തരണം. എന്നെ പകയ്ക്കുന്നവർ, ഒരുപാട് ആൾക്കാർ തന്നെ പകയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വചനം വായിക്കുമ്പോൾ സ്തോത്രം, തന്നെ സ്നേഹിക്കേണ്ടവർ, തന്നെ ചേർത്ത് നിർത്തേണ്ടവർ ഒക്കെ തനിക്കെതിരായി വന്നു. പ്രൈസ് ദി ലോർഡ്. തന്നെ പകയ്ക്കുന്നതായ അനുഭവത്തെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് എനിക്ക് നന്മയ്ക്കായി കർത്താവേ ഒരടയാളം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് താൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് സാഹചര്യങ്ങളിൽ ഒരു ദൈവദാസന്മാര് മറ്റുള്ളവരുടെ പകയ്ക്ക് കാരണമായി തീരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, നമ്മൾ അവരോട് കൂടെ തോളിൽ കൈയിട്ട് അവർ പറയുന്ന പ്രവൃത്തികൾ ചെയ്ത് അവരുടെ വാക്കുകൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ചു പോയാൽ ഒരു മനുഷ്യനും നമ്മളെ പകയ്ക്കുന്നില്ല. ആരും നമ്മളെ പകയ്ക്കാൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നില്ല. അവർക്കെല്ലാം സ്നേഹിതന്മാരായിരിക്കാം. നമ്മൾ അങ്ങനെ ആയിരുന്നവരാണ്. എന്നാൽ നമ്മളെ വ്യത്യസ്തനാക്കിയത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വ്യത്യസ്തരായി തീർന്നു. പണ്ട് നമ്മൾ ലോകക്കാരായിരുന്നെങ്കിൽ സ്തോത്രം, ഇന്ന് നമ്മൾ ദൈവമനുഷ്യനായി വേർതിരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നമ്മളെ വേർതിരിക്കപ്പെട്ടു. നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും എല്ലാം വലിയ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് വരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ നമുക്കെതിരായി വന്നു.
നമ്മുടെ പ്രവൃത്തികളെ അവർക്ക് അംഗീകരിപ്പാൻ കഴിയുന്നില്ല. അവരൊക്കെ പല സാഹചര്യങ്ങളിൽ നമുക്കെതിരായി വന്ന് സ്തോത്രം നമുക്ക് വിരോധമായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിരുവചനത്തിൽ നമുക്ക് സ്തോത്രം 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് 1-ാം അധ്യായം അവിടെ സ്തോത്രം ഹന്നയുടെ ജീവിതം നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ഹന്നയുടെ ഹസ്ബൻഡിന് എൽക്കാനോ തനിക്ക് മറ്റൊരു ഭാര്യയും ഉണ്ടായിരുന്നു. പ്രൈസ് അലോൺ പെനീന്ന. അവൾ ഹന്നയെ എന്നും ശല്യം ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്താണ്? പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. അവൾക്ക് മക്കളുണ്ട്, ഇവൾക്ക് മക്കളില്ല. മക്കളുള്ളവൾ മക്കളില്ലാത്തവളെ എന്നും നിത്യം പരിഹസിച്ചും നിന്ദിച്ചും കൊണ്ടിരുന്നു. ആ ഒരു സാഹചര്യം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അവൾ എന്താ ചെയ്തത്? അവളുടെ യാതൊരു പ്രശ്നവുമില്ല. സ്തോത്രം തൻ്റെ ഹസ്ബൻഡിന്റെ മറ്റൊരു ഭാര്യയാണ്. എന്നാൽ എന്താണ്? ഹന്നയെ എന്നും പകച്ച് തന്നെ എന്നും ദോഷങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, തനിക്ക് സഹിപ്പാൻ കഴിയാത്ത വേദനകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ പെനീനയുടെ ജീവിതം നമ്മൾ നോക്കിയാൽ തന്നോടുള്ള പക നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹന്ന അവിടെ ചെയ്തെന്താണ്? താൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി താൻ പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് കരുതി താൻ പ്രാർത്ഥിപ്പാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താൻ പ്രാർത്ഥിച്ചു. അവിടെ എന്താണ്? അവിടെ ഇരിക്കുന്ന പുരോഹിതനും താൻ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തന്നിലുള്ള ആത്മാവ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പ്രാർത്ഥന പോലും കണ്ടിട്ട് നീ മദ്യം കുടിച്ചിരിക്കുന്നോ എന്നാണ് ആ പുരോഹിതൻ ചോദിക്കുന്നത്. അവിടെയും താൻ അപമാനിക്കപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. നല്ല ഒരു മറുപടി. അതാണ് ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഒരു ശമൂവേൽ മകനെ ദൈവം ഹന്നയ്ക്ക് കൊടുക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. അത് നല്ല മറുപടിയായിരുന്നു. ആർക്കുള്ള? തന്നെ പകച്ച, തനിക്ക് ദോഷം നിരൂപിച്ച് ദോഷം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ വേദനിപ്പിച്ചിരുന്ന പെനീനയ്ക്കുള്ള ഒരു മറുപടിയാണ് ദൈവം കൊടുത്തത്, താൻ പ്രാപിച്ചെടുത്തത് എന്ന് നമുക്ക് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ സ്തോത്രം, ആരാണ് ഈ പെനീന? ഹല്ലേലൂയ. അത് അവരൊക്കെ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നും ആരാധനയ്ക്ക് പോകുന്നു, എന്നും പ്രാർത്ഥിക്കാൻ പോകുന്നു, മറ്റുള്ളവരുടെ വേദനയിൽ എന്താണ് സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ ജഡിക വിശ്വാസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്നും ഹല്ലേലൂയ കുടുംബമായി ആരാധനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നെങ്കിലും മറ്റൊരു മനുഷ്യന്റെ വേദന കണ്ടിട്ട് അതിനെ ആശ്വസിപ്പിക്കുകയല്ല, അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന നമ്മളിൽ ഒരു വ്യക്തിയായിട്ടാണ് നമുക്കവിടെ പെനീനെ നമുക്ക് കാണാൻ കഴിയുന്നത്. തന്നെ വേദനിപ്പിച്ച മറ്റൊരു വ്യക്തിയാണ് അവിടെ ഏലി പുരോഹിതൻ. തൻ്റെ കണ്ണു മങ്ങി, തനിക്ക് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഹന്ന ആരാണ്? ഹന്നയിലുള്ള വിശ്വാസം എന്താണ്? താൻ പ്രാർത്ഥിച്ചത് എന്താണ്? ഹല്ലേലൂയ എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ആ ഏലി പുരോഹിതനെ തന്നെ ന്യായം വിധിക്കുവാനായി സ്തോത്രം ദൈവം അരുളപ്പാട് കൊടുത്തത് താൻ പ്രാപിച്ചെടുത്ത ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഈ ശമൂവേൽ ബാലനാണ് എന്ന് നമ്മൾ മറന്നു കളയരുത്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുക, പ്രൈസ് നമ്മളെ പകയ്ക്കുന്നവർ, കാരണം കൂടാതെ പകയ്ക്കുന്നവർ അനേകരുണ്ട്. എങ്കിലും ദൈവമേ, നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിപ്പാൻ കഴിയണം. പ്രൈസ് നമ്മെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. ഇവിടെ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, എന്നെ പകയ്ക്കുന്നവർ അവർ ലജ്ജിച്ചു പോകണം, അവർ നാണം കെട്ടു പോകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നീ എനിക്ക് നന്മയ്ക്കായിട്ടൊരു അടയാളം എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ചില മാർക്കുകളാണ്, ചില സ്ഥലങ്ങളിൽ കാണുന്ന ചില മാർക്കുകളൊക്കെ നമ്മൾ വെച്ചാണ് പോകുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തോട് പ്രാർത്ഥി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ ഒരു നന്മയ്ക്കായിട്ട് ഒന്ന് ഇടപെടുമാറാകണമേ. അത് ഒരു വാക്കായിട്ട് എന്നോട് ഇടപെട്ടാൽ മതി, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് ഇടപെട്ടാൽ മതി. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നന്മ ചെയ്തുവെന്ന് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിച്ചു പോകേണ്ടതിന് ഒരു പ്രവൃത്തി നീ എൻ്റെ ജീവിതത്തിൽ അയക്കണമേ എന്നാണ് ഈ ദാവീദ് രാജാവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പല സാഹചര്യങ്ങളിലും
പല സന്ദർഭങ്ങളിലും നമ്മളും ഇതുപോലെയുള്ള വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ നടന്നവർ ഒക്കെ നമ്മളെ പകച്ച്, നമ്മളെ നിന്ദിച്ച്, അപമാനിച്ച് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കൊരു നന്മ തരണമേ, ഒരു അടയാളം തരുമാറാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു വാണിംഗ് ആയിട്ടും ഒരു അനുഗ്രഹമായിട്ടും ദൈവം കൊടുക്കുന്ന ഒരു വചനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്ര, കന്യക ഗർഭിണി, ഇത് നിങ്ങൾക്കൊരു അടയാളമാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇസ്രായേലിന് ഒരു വാഗ്ദത്തം കൊടുത്തതാണ്, ഒരു അടയാളം. എന്താണ്? ഒരു കന്യക ഗർഭിണിയായി തീരുക. പ്രൈസ് ദി ലോർഡ് എന്നൊരു അടയാളം ദൈവം ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേൽ പുസ്തകം 10:1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ശൗൽ അഭിഷേകം പ്രാപിച്ച് പുറപ്പെട്ടു വരുമ്പോൾ 3 അടയാളങ്ങൾ ദൈവം ശൗലിന് കൊടുത്തു. എന്താണ്? നിന്നെ ഞാൻ ദൈവം അഭിഷേകം ചെയ്തു എന്നുള്ളതിന് 3 അടയാളങ്ങൾ കൊടുത്തു. അത് 3 തന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഉചിതമായത് ചെയ്തു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെയെല്ലാം നമുക്ക് അടയാളങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവേ, നന്മയ്ക്കായിട്ട് എനിക്കൊരു അടയാളം എൻ്റെ ജീവിതത്തിൽ തരണമേ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇന്നതാണ്, എനിക്ക് ഇന്ന രീതിയിൽ ദൈവം എന്നോട് ഇടപെടണമേ. ഇന്ന രീതിയിലൂടെ ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങളിലായിരിക്കുന്നു, പ്രയാസങ്ങളിലായിരിക്കുന്നു. എനിക്ക് ശത്രുക്കൾ എനിക്ക് അനവധിയുണ്ട്. അവരെ എന്നെക്കുറിച്ച് ഇനി സന്തോഷിക്കാതെ വണ്ണം അവരിൽ ലജ്ജിച്ചു പോകേണ്ടതിന് എനിക്ക് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയണം. ഈ പ്രഭാത നിമിഷത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദാവീദ് രാജാവിൻ്റെ ഹൃദയവേദന നമുക്കറിയാം, താൻ അനുഭവിച്ച കഷ്ടങ്ങൾ നമുക്കറിയാം. അനവധി സന്ദർഭങ്ങളിൽ താൻ അനുഭവിച്ച വേദനകളും കഷ്ടങ്ങളും നമുക്കുണ്ട്. ആ കഷ്ടങ്ങളും വേദനകളുമാണ് തന്നെ ഹല്ലേലൂയ ഇരുത്തം വന്ന ഒരു ഭക്തനാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തത് എന്ന് നമുക്കറിയാം. ആകയാൽ ഇന്ന് ഈ പ്രഭാത ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അടയാളം തരുമാറാകണമേ, നന്മയ്ക്കായ ഒരു അടയാളം തരുമാറാകണമേ. ഇതാ എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും തളർന്നു വലഞ്ഞിരിക്കുന്നു, ഈ കഷ്ടങ്ങളിൽ നിന്നെ വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിലൊരു അടയാളം എനിക്ക് തരണമേ. നീ എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്കൊരു അടയാളം തരണമേ. നീ എൻ്റെ വഴികളെ കാക്കുമെന്ന് എനിക്കൊരു അടയാളം തരണമേ. ഞാനിപ്പോൾ പോകുന്ന വഴി ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമാകേണ്ടതിന് എനിക്കൊരു അടയാളം തരുമാറാകണമേ. നമുക്ക് ദൈവത്തോട് പല കാര്യങ്ങൾ അടയാളമായി ചോദിക്കാം. ദൈവം നമുക്ക് അടയാളങ്ങൾ തരുന്ന ദൈവം തന്നെയാണ്. ഇന്ന് ഈ പകൽക്കാലം, ഈ പ്രഭാതത്തിൽ നമുക്ക് ഹല്ലേലൂയ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് എന്നെ നിന്ദിക്കുവാൻ അനുവദിക്കാതെ വണ്ണം അവർ ലജ്ജിച്ചു പോകേണ്ടതിന് ഒരു അടയാളം എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാത നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട എല്ലാ വ്യക്തികളെയും ദൈവം ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. നാഥാ, ഇന്ന് ഞങ്ങൾ വായിച്ച വചനം, പ്രൈസ് ദി ലോർഡ്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ദൈവമേ നന്മയ്ക്കായ ഒരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊരു അടയാളം തരുമാറാകണമേ. ഞങ്ങളുടെ വഴികളെ ദൈവം കാത്തു എന്നുള്ളതിന് ദൈവം ഞങ്ങൾക്കൊരു അടയാളം തരണമേ. ഇനിയും ദൈവം ഞങ്ങളെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഈ മീറ്റിംഗിന് നേതൃത്വം കൊടുത്ത തോമസ് സാറിനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. തന്നോടൊപ്പമുള്ള എല്ലാ ടീമംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു അടയാളം ഞങ്ങൾക്ക് തരുമാറാകണമേ. ദൈവം ഇന്ന് പ്രഭാതം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.